ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ സ്റ്റഡി വിത്ത് മ്യൂസിക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ 4 ഓഫ് സ്റ്റഡി ചലഞ്ച് ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കാര്യമായിട്ടൊന്നും പഠിക്കുന്നില്ല, റിവൈസ് ചെയ്യുമായി. കഴിഞ്ഞ 3 ദിവസം പഠിച്ചത് റിവൈസ് ചെയ്യാനുണ്ട്, അപ്പോൾ അത് റിവൈസ് ചെയ്യണം. അപ്പം ഇന്ന് ഞാൻ അതിൻ്റെ കൂടെ തന്നെ പോസ്റ്റ് ഇട്ടതെന്ന് വെച്ചാൽ പ്രാക്ടിക്കൽസിനെ പറ്റിയിട്ട് വല്ലതും പറയണോ, പ്രാക്ടിക്കൽസിനെ പറ്റിയിട്ട് ഞാൻ എന്തോ പഠിക്കുന്നത് അല്ലെങ്കിൽ എന്തുവാ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണമെന്ന് ടീച്ചർ പറഞ്ഞു, അതൊക്കെ പറയണമെന്ന് ചോദിച്ചത്. അപ്പം അതിന് യെസ് ആണ് കൂടുതൽ റിപ്ലൈ വന്നത്, അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. പ്രാക്ടിക്കലിൽ ഇപ്പം ഞങ്ങൾക്കിപ്പം മോഡൽ 18th 19th ഈ 2 ദിവസം ആ മോഡൽ പ്രാക്ടിക്കലിൻ്റെ പറഞ്ഞേക്കുന്നത്. പ്രാക്ടിക്കൽ നമ്മൾ വിചാരിക്കുന്നത് അത്ര പാടൊന്നുമില്ല, പക്ഷേ മാത്സിൻ്റെ പ്രാക്ടിക്കൽ ഒന്ന് ചെയ്ത ആൾക്കാർക്ക്, മാത്സിൽ ഏതാണെന്ന് പറഞ്ഞാലും ഒന്ന് ചെയ്ത ആൾക്കാർക്ക് ശരിക്കും മനസ്സിലാകത്തുള്ളൂ. അതാണ് ഈ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം ചിലപ്പോൾ ഈ വീഡിയോ കുറച്ച് ലോങ് ആയിപ്പോകാൻ സാധ്യതയുണ്ട്, കാരണം ഇതിനെപ്പറ്റി പറയണ്ടേ, അതുകൊണ്ട്. അപ്പം ഞങ്ങൾക്ക് ആദ്യം കെമിസ്ട്രിയുടെ കാര്യം പറയാം. കെമിസ്ട്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് തന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ പ്രിന്റ് തന്നിട്ടുണ്ട്. പ്രിന്റ് അല്ല, ഞങ്ങൾക്ക് ഒരു PDF അയച്ചാൽ തന്നിട്ട് പ്രിന്റ് എടുത്ത് പഠിക്കാനാണ് പറഞ്ഞത്. ഇതിൽ നമുക്ക് കെമിസ്ട്രി ഇപ്പോൾ സോൾട്ട് അനാലിസിസും ടൈട്രേഷനും ഉള്ളത്. സോൾട്ട് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് 3 സ്റ്റെപ്പാണ് ചെയ്യാനുള്ളത്. ആദ്യം നമ്മൾ ആനയോൺ കണ്ടുപിടിക്കണം, പിന്നെ കാറ്റയോണിൻ്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കണം, പിന്നെ അതിലുള്ള കാറ്റയോൺ കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിച്ച് എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തരുന്ന സോൾട്ട് ഏതാണെന്ന് നമുക്ക് അറിയത്തില്ല. ആ സോൾട്ടിനകത്തുള്ള ആനയോണും കാറ്റയോണുമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ആനയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് പാർട്ടും കാറ്റയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് പാർട്ടുമാണ്. ഇപ്പോൾ ഒരു സോൾട്ട് ഏതിപ്പോൾ ഒരു സോൾട്ട് നമ്മൾ എടുക്കുകയാണെങ്കിലും അതിലൊരു ആനയോണും കാറ്റയോണും കാണും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ KCl പറയാം. KCl K എന്ന് പറയുന്നത് പൊട്ടാസ്യം, അത് കാറ്റയോണും. പിന്നെ Cl മൈനസ് എന്ന് പറയുന്നത് ആനയോണും ആണ്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ നമുക്കൊരു സോൾട്ട് തരുവാണെങ്കിൽ അതിലെ ആനയോണും കാറ്റയോണും നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിനായിട്ട് കുറച്ച് സ്റ്റെപ്പുകൾ നമുക്ക് എഴുതാനുണ്ട്. ആദ്യം നമ്മൾ അനാലിസിസ് ഓഫ് ആനയോൺ കണ്ടുപിടിക്കണം. ആനയോൺ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ടോട്ടൽ 5 ആനയോൺസ് ആണ് ഇത് പറയുന്നത്. കാർബണേറ്റ്, അസറ്റേറ്റ്, ക്ലോറൈഡ്, നൈട്രേറ്റ്, സൾഫേറ്റ്, ഇങ്ങനെ 4. ആദ്യം നമ്മൾ ഈ സോൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക. ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മൾ ഈ സോൾട്ട് കുറച്ച് ആഡ് ചെയ്യുക. സോൾട്ട് കുറച്ച് ആഡ് ചെയ്തിട്ട് ആദ്യം നമ്മൾ കാർബണേറ്റ് ടെസ്റ്റ് ഉണ്ട്. ഈ ഒരു ഓർഡർ പഠിച്ചു വെക്കണേ: കാർബണേറ്റ്, അസറ്റേറ്റ്, ക്ലോറൈഡ്, നൈട്രേറ്റ്, സൾഫേറ്റ്. ആദ്യം നമ്മൾ കാർബണേറ്റിനെ ടെസ്റ്റ് ചെയ്യണം. ആദ്യം ഒരു ഇതെടുത്തിട്ട്, ഇതിൻ്റെ പേര് ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഡൈല്യൂട്ട് HCl, അതാണ് കാർബണേറ്റിൻ്റെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ, സോൾട്ടിലേക്ക് ഡൈല്യൂട്ട് HCl ആഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ബ്രിസ്ക് എഫർവെസൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പത പോലെ വരും, കുറച്ച് പത പോലെ തിളച്ച് പൊങ്ങുന്നൂട്ടൊക്കെ വരും. അപ്പം അങ്ങനെ ചെറുതായിട്ട് വരുവാണെങ്കിൽ അവിടെ കാർബണേറ്റിൻ്റെ പ്രസൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രസൻസ് ഓഫ് കാർബണേറ്റ് എന്ന് എഴുതാം. എന്നിട്ട് ഈ കാർബണേറ്റിന്റെ ഒരു കൺഫർമേറ്ററി ടെസ്റ്റ് ഉണ്ട്. ഓരോ ആനയോൺ അല്ലെ കാറ്റയോൺ കണ്ടുപിടിക്കുന്ന സമയത്ത് ഒരു ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റും ഉണ്ട്, ഒരു കൺഫർമേറ്ററി ടെസ്റ്റും ഉണ്ട്. അപ്പോൾ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റാണ് ഞാൻ ഈ ആദ്യം പറഞ്ഞ സോൾട്ടിലേക്ക് ഡൈല്യൂട്ട് HCl ഒഴിക്കുന്ന സമയത്ത് ബ്രിസ്ക് എഫർവെസൻസ് വരുന്നു. അപ്പോൾ നമ്മൾ പ്രസൻസ് ഓഫ് കാർബണേറ്റ് ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്തു. ഇനി ആ ഐഡന്റിഫൈ ചെയ്ത സംഭവം ഉണ്ടെന്ന് ഒന്നുകൂടെ കൺഫേം ചെയ്യണം. അതിനു വേണ്ടിയിട്ട് കാർബണേറ്റിൽ നമ്മൾ ചെയ്യേണ്ടത്, ആ സോൾട്ട് എടുത്ത് നമ്മൾ ഈ ചെയ്ത റിയാക്ഷൻ ഓക്കെ കിട്ടി, എന്നിട്ട് ആ ടെസ്റ്റ് ട്യൂബ് കഴുകിയിട്ട് നമ്മൾ ഒന്നുകൂടെ അതിനകത്ത് സോൾട്ട് എടുത്തിട്ട് ബേരിയം ക്ലോറൈഡ് ഒഴിക്കണം. ബേരിയം ക്ലോറൈഡ് ഒഴിക്കുന്ന സമയത്ത് ഒരു വെള്ള പ്രസിപ്പിറ്റേറ്റ് ഫോം ആവുന്നുണ്ടെങ്കിൽ കാർബണേറ്റ് ഉണ്ടെന്ന് നമുക്ക് കൺഫേം ആയി. അപ്പോൾ അതാണ് നമ്മുടെ ആനയോൺ നമ്മൾ കണ്ടുപിടിച്ചു. ഇതുപോലെ തന്നെ ഈ ബാക്കിയുള്ള 5 എണ്ണത്തിനും ഇതുപോലുള്ള ടെസ്റ്റ് ഉണ്ട്. കാർബണേറ്റിന്റെ മാത്രം ഞാനിപ്പോൾ പറഞ്ഞോളൂ, ബാക്കിയുള്ളതിനെ ഞാനിപ്പോൾ കാണിക്കാം. അതങ്ങ് കാണാതെ പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ വലിയ പാടൊന്നുമില്ല. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. കാർബണേറ്റ്, അസറ്റേറ്റ്, ക്ലോറൈഡ്, പിന്നെ ബാക്കി കണ്ടോ. അപ്പം ഇവിടം വരെയാണ് നമ്മുടെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ്. അത് കഴിഞ്ഞ് നമുക്ക് കൺഫർമേറ്ററി ടെസ്റ്റാണ് ഈ ചെയ്യാനുള്ളത്. അത് ഐഡന്റിഫിക്കേഷൻ ചെയ്തിട്ട് അത് കിട്ടുമ്പോഴാണ് നമ്മൾ കൺഫർമേറ്ററി ചെയ്യേണ്ടത്. അപ്പം ആനയോൺ നമ്മളിങ്ങനെ കൺഫർമേഷൻ ചെയ്ത് ഇപ്പം ആദ്യം കാർബണേറ്റ് ചെയ്തു, കാർബണേറ്റിൻ്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ അതിൻ്റെ കൺഫർമേഷൻ ചെയ്യേണ്ട കാര്യമില്ല. ഐഡന്റിഫിക്കേഷൻ ചെയ്യുന്ന ആ ഒരു ആദ്യത്തെ ടെസ്റ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്ത ആനയോണിലേക്ക് പോകണം, അസറ്റേറ്റിലേക്ക് പോകണം. അസറ്റേറ്റ് ചെയ്തു, അതും കിട്ടിയില്ല, ക്ലോറൈഡിലേക്ക് പോകണം. അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ അതിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യേണ്ട. ആ പറയുന്ന സംഭവത്തിൻ്റെ ആ ഒരു ഈ രണ്ടാമത്തെ കുളത്തിൽ കിടക്കുന്ന സംഭവങ്ങളില്ലേ, ഈ റിയാക്ഷൻ ചെയ്യുന്ന സമയത്ത് ഈ സംഭവങ്ങൾ കിട്ടുവാണെങ്കിൽ മാത്രമേ അതിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യാവൂ, ഇല്ലെങ്കിൽ ചെയ്യേണ്ട. അതില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ആനയോൺ കണ്ടുപിടിക്കുന്ന ഇങ്ങനെ. അപ്പം നമ്മളിപ്പം ഇങ്ങനെ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ക്ലോറൈഡ് കിട്ടിയെങ്കിൽ അതിന്റെ കൺഫർമേഷനും ചെയ്ത് കിട്ടിയെങ്കിൽ ആ സോൾട്ടിലുള്ള ആനയോൺ ക്ലോറൈഡ് ആണ് നമുക്ക് കൺഫേം ചെയ്യാം. അതാണ് ക്ലോറൈഡ് ആണ്. പിന്നെ നമ്മൾ അതിലൊന്നും ചെയ്യേണ്ട. പിന്നെ അടുത്ത ചെയ്യേണ്ടത് കാറ്റയോൺ ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കാറ്റയോണിന്റെ ഗ്രൂപ്പ് ഒരു 0 to 6 ഗ്രൂപ്പാണ്.
0, 1, 2, 3, 4, 5, 6 അങ്ങനെ 7 ഗ്രൂപ്പാണ് ടോട്ടൽ ഉള്ളത്. അപ്പോൾ ഈ 7 ഗ്രൂപ്പിൽ നിന്ന് നമ്മുടെ ഈ ഒരു സോൾട്ടിൽ അടങ്ങിയിട്ടുള്ള ആ ഒരു കാറ്റയോൺ ഏത് ഗ്രൂപ്പിലാണുള്ളതെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 0 ഗ്രൂപ്പിനെ ടെസ്റ്റ് ചെയ്യാൻ പറയാം. ഈ നമ്മൾ ആനിയോൺ ചെയ്ത പോലത്തെ കുറച്ച് ടെസ്റ്റുകളാണ് അതിലുള്ളത്. നമ്മുടെ ടെസ്റ്റ് ട്യൂബിലേക്ക് സൊല്യൂഷൻ, ഈ സോഡിയം കാർബണേറ്റിന്റെ സൊല്യൂഷൻ ഉണ്ട്. നമുക്ക് അവിടെ ആ ഒരു ലാബിൽ തന്നെ ഉണ്ട്, എല്ലാം നമ്മുടെ ആ ഒരു ടേബിളിൽ തന്നെയാണ് ഞങ്ങൾക്ക് അങ്ങനെ. പിന്നെ സോഡിയം കാർബണേറ്റിന്റെ സൊല്യൂഷൻ ഒഴിക്കണം ഈ ഒരു സോൾട്ട് എടുത്ത ആ ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക്. ടെസ്റ്റ് ട്യൂബ് എന്നുള്ള വാക്കെടുക്കുമ്പോൾ മറന്നു പോകുന്നതുകൊണ്ടാണ്. സോഡിയം കാർബണേറ്റ് ഒഴിക്കുന്ന സമയത്ത് 0 ഗ്രൂപ്പിന്റെ മാത്രം പ്രത്യേകത, ഒരു പ്രസിപ്പിറ്റേറ്റ് കാണത്തില്ല, ഒരു ചേഞ്ച് കാണത്തില്ല കേട്ടോ, വെളുത്ത് തന്നെ ഇങ്ങനെ കിടക്കും. അങ്ങനെയാണെങ്കിൽ 0 ഗ്രൂപ്പ് ഉണ്ട്. ബാക്കി എല്ലാത്തിനും ഒരു പ്രസിപ്പിറ്റേറ്റ് ആണ്, വൈറ്റോ അങ്ങനെ എന്തെങ്കിലും കളർ പ്രസിപ്പിറ്റേറ്റ് ആണ്. അപ്പോൾ 0 ഗ്രൂപ്പ് നമുക്കിപ്പം ആദ്യത്തെ ഒരു ടെസ്റ്റ് ചെയ്തു, 0 ഗ്രൂപ്പിനെ ടെസ്റ്റ് ചെയ്തു, ഒന്നും കണ്ടില്ലെങ്കിൽ 0 ഗ്രൂപ്പ് ഉണ്ടെന്നാണ് കൺഫേം. പിന്നെ 0 ഗ്രൂപ്പ് കിട്ടിയെങ്കിൽ നമുക്ക് 0 ഗ്രൂപ്പിനകത്താണ് നമ്മുടെ കാറ്റയോൺ ഉള്ളത്. 0 ഗ്രൂപ്പിനും ഫസ്റ്റ് ഗ്രൂപ്പിനും സെക്കൻഡ് ഗ്രൂപ്പിനും അങ്ങനെ ഈ 6 ഗ്രൂപ്പിന് ഓരോ കാറ്റയോണുകളുണ്ട്. രണ്ടാമത്തെ ഗ്രൂപ്പിന് ഒഴിച്ച് അത് ഞാൻ എന്താണെന്ന് ഞാൻ പറയാം. 0 ഗ്രൂപ്പ് നമ്മൾ ചെയ്തു കിട്ടി എങ്കിൽ നമ്മൾ 0 ഗ്രൂപ്പിനകത്തുള്ള അമോണിയമാണ് പിന്നെ ടെസ്റ്റ് ചെയ്യേണ്ടത്. 0 ഗ്രൂപ്പിലുള്ള കാറ്റയോൺ എന്ന് പറഞ്ഞാൽ അമോണിയം, 1-ലുള്ളത് ലെഡ്, 3-ലുള്ളത് അലൂമിനിയം, 4-ലുള്ളത് സിങ്ക്, 5-ലുള്ളത് ബേരിയം, 6-ലുള്ളത് മഗ്നീഷ്യം. ഇങ്ങനെയാണ് കാറ്റയോൺ വരുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ ഉള്ള ടെസ്റ്റ് കൺഫേം ചെയ്ത് ഏത് ഗ്രൂപ്പിലാണോ നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ കറക്റ്റ് ഒബ്സർവേഷൻ നമുക്ക് കിട്ടുന്നത് ആ ഗ്രൂപ്പിനകത്തുള്ള കാറ്റയോൺ ആണ് ഉള്ളത്. ആ കാറ്റയോൺ ആണ് നമുക്ക് നേരിട്ട് പറയാനും പറ്റത്തില്ല, നമ്മൾ അതിൻ്റെയും കൺഫർമേഷൻ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം കാറ്റയോണിന്റെ ഈ ഒരു കാറ്റയോണിന്റെ ഗ്രൂപ്പിന്റെ ഈ ഒരു ഐഡന്റിഫിക്കേഷൻ വേണം കാണാൻ പിടിക്കാൻ. കണ്ടോ? അപ്പം ഇതിൽ ഒന്നാമത്തെ ഗ്രൂപ്പിനെ ഞാൻ പറഞ്ഞ കൂട്ട് സോൾട്ടിനകത്തോട്ട് സോഡിയം കാർബണേറ്റ് ഒഴിക്കുന്ന സമയത്ത് പ്രസിപ്പിറ്റേറ്റ് ഒന്നും കണ്ടില്ലെങ്കിൽ 0 ഗ്രൂപ്പ്, ഒന്നാമത്തെ ഗ്രൂപ്പിന് 0 ഗ്രൂപ്പ്. പിന്നെ ഒന്നാമത്തെ ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സോൾട്ട് സൊല്യൂഷൻ ആക്കണം. സോൾട്ടിലേക്ക് ഇച്ചിരി വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഡൈല്യൂട്ട് HCl ഒഴിക്കണം. ആ സമയത്ത് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകുവാണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പം ഫസ്റ്റ് ഗ്രൂപ്പാണ് നമുക്ക് കിട്ടി. 0 ഗ്രൂപ്പ് കിട്ടാത്ത പക്ഷമാണ് നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. അപ്പം ഫസ്റ്റ് ഗ്രൂപ്പാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ അല്ല കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിനകത്തെ പിന്നെ അടുത്ത് ചെയ്യേണ്ട ലെഡ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഗ്രൂപ്പ് 0-ൽ അമോണിയം, ഗ്രൂപ്പ് 1-ൽ ലെഡ്, ഗ്രൂപ്പ് 3-ൽ അലൂമിനിയം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഗ്രൂപ്പ് 1-ന്റെ ടെസ്റ്റ് ചെയ്ത് നമുക്ക് കിട്ടിയെങ്കിൽ ഗ്രൂപ്പ് 1-നകത്തുള്ള ലെഡിൻ്റെയാണ് അടുത്ത ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ടോട്ടൽ ഇതൊരു 5 സ്റ്റെപ്പ് പ്രോസസ്സാണ്. ആദ്യം ആനിയോൺ കണ്ടുപിടിക്കണം. ആനിയോണിലെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ഉണ്ട്, കൺഫർമേറ്ററി ടെസ്റ്റ് ഉണ്ട്. കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്ത് കിട്ടിയെങ്കിൽ നമ്മൾ ആനിയോൺ കണ്ടുപിടിച്ചു, അത് മാറ്റി വെച്ചേക്കാം. പിന്നെ അടുത്തത് കാറ്റയോൺ ചെയ്യാൻ നേരം 3 സ്റ്റെപ്പ് ഉണ്ട്. ആദ്യം അതിൻ്റെ ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്യണം, ഗ്രൂപ്പിനകത്തുള്ള ആ ഒരു കാറ്റയോണിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ചെയ്യണം, പിന്നെ അതിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യണം. അപ്പം ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റും കൺഫർമേറ്ററി ടെസ്റ്റും തന്നെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. എ എന്ന് കൊടുത്തേക്കുന്ന ഐഡന്റിഫിക്കേഷനും കാറ്റയോണിന്റെ ആണ്, ഗ്രൂപ്പിന്റെ അല്ല കാറ്റയോണിന്റെ. എ എന്ന് കൊടുത്തേക്കുന്ന ഐഡന്റിഫിക്കേഷനും ബി എന്ന് കൊടുത്തേക്കുന്നത് കൺഫർമേഷൻ ടെസ്റ്റ്. അപ്പോൾ ഇതും കാണാതെ പഠിക്കണം. ഞാൻ ഈ കാണിച്ചേക്കുന്നതൊന്നും കാണത്തില്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. ഇതെല്ലാം കാണാൻ പഠിക്കണം. ഇത്രയാണ് സോൾട്ടിൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പം ഞാനിപ്പോൾ ഒരു സോൾട്ട് പറയാം. ഇപ്പം ഞാൻ ഒരു സോൾട്ട് എടുത്തു, അതിലെനിക്ക് കാർബണേറ്റ് ആണ് ആദ്യം ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയത്. കാർബണേറ്റിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് കിട്ടിയെങ്കിൽ പിന്നെ നമ്മൾ അടുത്ത ചെയ്യേണ്ട കാർബണേറ്റിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യണം. കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്ത് നമുക്ക് കാർബണേറ്റ് കിട്ടി എങ്കിൽ നമ്മുടെ അതിനകത്തെ ആനിയോൺ കാർബണേറ്റ് ആണ്. പിന്നെ ഞാൻ അടുത്ത ഗ്രൂപ്പ് 0-ടെ ടെസ്റ്റ് ചെയ്യണം. 0-ടെ ടെസ്റ്റ് ചെയ്ത് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഗ്രൂപ്പ് 1 ചെയ്യണം. ഗ്രൂപ്പ് 2 നമ്മൾ ചെയ്യേണ്ട. ഗ്രൂപ്പ് 2-ന്റെ പ്രൊസീജിയർ പക്ഷേ എഴുതിയേ പറ്റൂ. To a little of salt solution, dilute HCl is added and H2S is passed. പിന്നെ no precipitate is formed. അങ്ങനെ എഴുതണം. എന്നിട്ട് ആബ്സെന്റ് ഓഫ് സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് ഇൻഫറൻസിൽ എഴുതണം. നമുക്ക് എക്സ്പെരിമെന്റ്, ഒബ്സർവേഷൻ, ഇൻഫറൻസ് ഇങ്ങനെ 3 കോളമാണ്. അപ്പോൾ 3 കോളത്തിൽ ഇങ്ങനെ എഴുതണം. പക്ഷേ സെക്കൻഡ് ഗ്രൂപ്പിന്റെ ടെസ്റ്റ് ഒന്നും നമ്മൾ ചെയ്യേണ്ട. ഫസ്റ്റ് ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇത് എഴുതി വെച്ച് ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതി സെക്കൻഡ് ഗ്രൂപ്പ് എഴുതി വെച്ചിട്ട് സെക്കൻഡ് ഗ്രൂപ്പ് ചെയ്യേണ്ട, തേർഡ് ഗ്രൂപ്പിലേക്ക് അടുത്ത ടെസ്റ്റിന് പോകണം. അപ്പോൾ എനിക്ക് ഫസ്റ്റ് കിട്ടിയില്ല, 0 കിട്ടിയില്ല, ഫസ്റ്റ് കിട്ടിയില്ല, സെക്കൻഡ് കിട്ടിയില്ല. ഞാൻ അടുത്ത തേർഡിൻ്റെ ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് തേർഡ് ഗ്രൂപ്പിൻ്റെത് കിട്ടിയെന്ന് വിചാരിച്ചു. കിട്ടിയെങ്കിൽ ഞാൻ ആ തേർഡ് ഗ്രൂപ്പിനകത്തുള്ള കാറ്റയോണിന്റെ ടെസ്റ്റാണ് അടുത്തത് ചെയ്യേണ്ടത്. ഇവിടെ തേർഡ് ഗ്രൂപ്പിനകത്തുള്ള കാറ്റയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൂമിനിയത്തിന്റെ ടെസ്റ്റ്. അലൂമിനിയത്തിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ചെയ്തു, എനിക്ക് അലൂമിനിയം കിട്ടി. അങ്ങനെയാണ് അതിന്റെ കൺഫർമേഷൻ ടെസ്റ്റ് കൂടെ ചെയ്യണം. ആഷ് ടെസ്റ്റ് ആണ് അത്. നമ്മളിപ്പം ആ സോൾട്ട് എടുത്തിട്ട് നമ്മൾ കോൺസെൻട്രേറ്റഡ് HNO3-യും അതുപോലെ കുറച്ച് കൊബാൾട്ട് നൈട്രേറ്റഡ് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യണം. ഹീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഫിൽറ്റർ പേപ്പർ ഒന്ന് മുക്കിയിട്ട് കത്തിക്കുക ചെറുതായിട്ടാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ പച്ച കളറാവില്ല, അല്ല ബ്ലൂ കളർ ആഷ് വരും. അതാണ് ഇതിൻ്റെ ടെസ്റ്റ്, അലൂമിനിയത്തിൻ്റെ ടെസ്റ്റ്. അപ്പം എനിക്ക് അതുവരെ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കാറ്റയോൺ ഉണ്ടെന്ന് നമുക്ക് കൺഫേം ആയിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ. അതുപോലെ നമുക്ക് വേറൊരു ടെസ്റ്റൊക്കെ ഉണ്ട്, ഗോൾഡൻ സ്പാങ്കിൾ വരുന്ന ടെസ്റ്റൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഞാനൊരു വട്ടം ചെയ്തിട്ട് എനിക്ക് കിട്ടിയ ഗോൾഡൻ സ്പാങ്കിളാണ് ഇത്. ഫിൽറ്റർ പേപ്പറിൽ കാണാൻ പറ്റുമോ?
അപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് സോൾട്ട് അനാലിസിസ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു എനിക്ക്. പിന്നെ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ. പിന്നെ ടൈട്രേഷൻ ആണെങ്കിലും ടൈട്രേഷനും വലിയ പാടൊന്നുമില്ല, പക്ഷെ ആ വാല്യൂ കിട്ടാൻ എനിക്ക് കുറച്ച് പാടായി. ടൈട്രേഷൻ നമ്മളിപ്പം കുറച്ച് സ്റ്റെപ്പുകൾ എഴുതാനുണ്ട്. അത് നമ്മളിപ്പോൾ റെക്കോർഡിൽ എഴുതുന്ന സമയത്ത് എയിം പ്രൊസീജിയർ പ്രിൻസിപ്പിൾ അങ്ങനെ കുറച്ച് എഴുതാനുണ്ട്. അപ്പോൾ അതും ഇതിൽ എഴുതി കാണിക്കേണ്ടത് എന്താണെന്ന് പറയുമ്പോൾ ഈ കാണാതെ പഠിച്ച സാധനങ്ങളാണ് അവിടെ എഴുതി കാണിക്കേണ്ടത്. നമ്മളിപ്പോൾ അത് റെക്കോർഡ് എഴുതിയ സമയത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിനകത്തിൽ എഴുതി വെച്ചേക്കുന്നത്. കണ്ടോ, ഞാനിവിടെ സോൾട്ട് നമ്പർ 1 എന്നിട്ടിട്ട് ടെസ്റ്റ് ഫോർ കാർബണേറ്റ് ആദ്യം ചെയ്തു. ടെസ്റ്റ് ഫോർ കാർബണേറ്റ് ചെയ്തു, അസറ്റേറ്റ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് ഇതിനകത്ത് സൾഫേറ്റ് വന്നപ്പോഴാണ് കിട്ടിയത്. ബാക്കി എല്ലാത്തിനും ടെസ്റ്റ് നമ്മൾ എഴുതണം, ചെയ്തതിൻ്റെ എല്ലാം എഴുതണം. സൾഫേറ്റ് വന്നപ്പോഴാണ് കിട്ടിയത്. കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് കൂടെ ചെയ്തു. കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്തിട്ട് പ്രസൻസ് ഓഫ് സൾഫേറ്റ് കൺഫേം ചെയ്തു. പിന്നെയാണ് കാറ്റയോൺ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് 0 ഗ്രൂപ്പ് ഇവിടെ കിട്ടി. അത് കഴിഞ്ഞ് 0 ഗ്രൂപ്പിനകത്തുള്ള അമോണിയം എനിക്ക് കിട്ടി. അമോണിയം കിട്ടിയിട്ട് അതിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് കൂടെ ചെയ്തിട്ടാണ് ഫൈനലി നമ്മൾ റിസൾട്ടായിട്ട് എഴുതണം. റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് ദ ഗിവൺ സോൾട്ട് കണ്ടെയ്ൻസ് ഏത് ആനയോൺ ആണോ ഡാഷ് ആസ് ആനയോൺ, ഡാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത് അത് എഴുതുന്നത്. എനിക്ക് ഇവിടെ സൾഫേറ്റ് ആസ് ആനയോൺ ആൻഡ് അമോണിയം ആസ് കാറ്റയോൺ അങ്ങനെ കൺക്ലൂഡ് ചെയ്ത് എഴുതണം. അപ്പോഴാണ് നമുക്ക് സോൾട്ട് അനാലിസിസിൻ്റെ മാർക്ക് കിട്ടുന്നത് എന്ന് ഞങ്ങളുടെ അടുത്ത് സാറ് പറഞ്ഞു. പിന്നെ അടുത്തത് നമ്മൾ എസ്റ്റിമേഷൻ എഴുതുന്ന സമയത്ത് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ കുറച്ച് പ്രോസസ്സൊക്കെ എഴുതണം. എയിം പ്രിൻസിപ്പൽ പ്രൊസീജിയർ അങ്ങനെ കുറച്ച് എയിം പ്രിൻസിപ്പൽ പ്രൊസീജിയർ അതുപോലെ റിസൾട്ട്. നമ്മൾ ഇതിനകത്തെ പ്രൊസീജിയർ അങ്ങ് കാണാതെ പഠിച്ചു വെക്കണം. പ്രൊസീജിയറിനകത്ത് ആകെ മാറ്റം വരുത്താനുള്ളത് അവിടെ എസ്റ്റിമേറ്റിംഗ് സൊല്യൂഷനും അതുപോലെ ആ ഉള്ളൊരു ആസിഡിൻ്റെ പേരുമാണ്. അപ്പോൾ ഇതിനകത്ത് എയിം ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. പ്രിൻസിപ്പൽ എന്നുള്ളത് നമുക്കിപ്പം ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞ ദിവസം ചെയ്യിപ്പിച്ച ക്വസ്റ്റ്യനാണ് ലഭിച്ചെന്ന സമയത്ത്. ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ estimate the mass of KOH in the whole of the given solution. You are provided with a standard solution of H2SO4 containing 4.98 gram per liter. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രിൻസിപ്പളും പ്രൊസീജിയറും റിസൾട്ടും എഴുതണം. ഇതിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പ്രിൻസിപ്പളിൻ്റെ അവിടെ നമുക്കിവിടെ തന്നിട്ടുണ്ട് എസ്റ്റിമേറ്റിംഗ് സൊല്യൂഷൻ. നമ്മൾ എസ്റ്റിമേറ്റ് ദ മാസ് ഓഫ് KOH എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതിൻ്റെ മാസാണോ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ പേരാണ് എസ്റ്റിമേറ്റിംഗ് സൊല്യൂഷൻ. പിന്നെ ഏത് ആസിഡാണോ തന്നേക്കുന്നത്, എനിക്കിവിടെ H2SO4 വന്നിരിക്കുന്നത്, അതിൻ്റെയൊക്കെ പേര് നമുക്ക് പ്രൊസീജിയറിൽ എഴുതാനുണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ പ്രിൻസിപ്പളിന് ഹെഡിങ് ഇട്ടിട്ട് നമ്മൾ ഇതിൻ്റെ ഈ KOH + H2SO4 കിട്ടുന്ന ആ സോൾട്ടിൻ്റെ പേര് എഴുതുക. ആ ഒരു ഇക്വേഷൻ ഉണ്ട്, നമ്മളായിട്ട് തന്നെ ആ ഇക്വേഷൻ എഴുതും. പിന്നെ പ്രൊസീജിയർ ആയിട്ട് എപ്പോഴും സെയിം സാധനം തന്നെ എഴുതണ്ടേ. അവിടെ ആകെ മാറ്റം വരുത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആസിഡിൻ്റെ പേരും എസ്റ്റിമേറ്റിംഗ് സൊല്യൂഷൻ്റെ പേരുമാണ്. അപ്പം നമുക്കിവിടെ എഴുതേണ്ട പ്രൊസീജിയർ എല്ലാം സെയിം തന്നെ, പക്ഷെ അതിനകത്ത് മാറ്റം വരുത്തേണ്ടത് എസ്റ്റിമേറ്റിംഗ് സൊല്യൂഷൻ്റെ പേര്, അതായത് ഏതിൻ്റെ മാസമാണോ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ പേരും പിന്നെ ആസിഡിൻ്റെ പേര് മാത്രമേ ഉള്ളൂ. ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിയെല്ലാം എഴുതേണ്ട ഈ സെയിം തന്നെ. അപ്പം ഞങ്ങൾക്ക് തന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊസീജിയറിന് ഹെഡിങ് ഇട്ടിട്ട് അത് പ്രിൻസിപ്പൾ നമ്മൾ എഴുതി, പിന്നെ പ്രൊസീജിയർ ദ ഗിവൺ എസ്റ്റിമേറ്റിംഗ് സൊല്യൂഷൻ്റെ അവിടെ ഏത് സൊല്യൂഷനാണ് എടുത്തത് അതിൻ്റെ പേര് വേണം. എസ്റ്റിമേറ്റിംഗ് സൊല്യൂഷൻ എഴുതില്ലേ. ദ ഗിവൺ ഡാഷ് ഇസ് മെയ്ഡ് അപ്പ് ടു 100 ml. ഏത് ആസിഡ് ആണോ, ആസിഡ് ഈസ് ടേക്കൺ ഇൻ ദ ബോട്ടിൽ, ആസിഡ് എന്നല്ല ആസിഡിന്റെ പേര് എഴുതണം. ആസിഡ് ഈസ് ടേക്കൺ ഇൻ ദ ബ്യൂററ്റ് ബോട്ടിൽ, ബ്യൂററ്റ്. 20 ml of base is pipetted out into a conical flask. Phenolphthalein is used as indicated. At the end point, the pink color just disappears. The titration is repeated for concordant values. ഇങ്ങനെയാണ് എഴുതേണ്ടത് പ്രൊസീജിയർ. അപ്പോൾ ഇവിടെ ആകെ മാറ്റം വരുത്തേണ്ടത് എസ്റ്റിമേറ്റിംഗ് സൊല്യൂഷൻ്റെ പേരും ആസിഡിൻ്റെ പേരും മാത്രമേ ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോഴേ. പിന്നെ നമ്മൾ ആ ഒരു ഇത് ചെയ്യണം, ടൈട്രേഷൻ ചെയ്യണം. ടൈട്രേഷൻ അത്ര പാടൊന്നുമില്ല. നമുക്ക് എസ്റ്റിമേറ്റിംഗ് സൊല്യൂഷൻ്റെ ചെറിയ ബോട്ടിൽ തരും. പിന്നെ ആ ചെറിയ ബോട്ടിലുണ്ട്, പിന്നെ ഒരു കുറച്ച് വലിയൊരു ബോട്ടിലിനകത്ത് മറ്റേ ആസിഡും തരും. എന്നിട്ട് ഈ ബോട്ടിലിൽ നിന്ന് നമ്മൾ ഇതിനെ ആദ്യം മേക്കപ്പ് ചെയ്യണം. മേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ വേറൊരു കോണിക്കൽ ഫ്ലാസ്ക് അല്ല, ഒരു സാധനത്തിലോട്ട് ഒഴിക്കും. എന്നിട്ട് അതിനകത്ത് വെള്ളമൊക്കെ ആഡ് ചെയ്ത് 100 ml വരെ ആക്കും. 100 ml വരെ ആവോ, അതിൻ്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തെറ്റും. അതുകൊണ്ട് അതൊക്കെ സൂക്ഷിച്ചൊഴിക്കണം. എന്നിട്ട് അതിനെ നമ്മൾ പിപ്പറ്റ് ഔട്ടൊക്കെ ചെയ്ത് അതൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല. അത് ഒരു വട്ടമെങ്കിലും ചെയ്ത് നോക്കിയാലേ അറിയത്തുള്ളൂ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ലാബ് ഉണ്ടെങ്കിൽ അത് ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എന്നിട്ട് നമുക്ക് ഇപ്പോൾ ലാസ്റ്റ് കിട്ടുന്ന ഫൈനൽ ബ്യൂററ്റ് റീഡിങ് എത്രയാണോ കിട്ടുന്നത്, എനിക്ക് ഇതിനകത്തിൽ 19-20 ഇടയ്ക്ക് വേണം വാല്യൂസേ, മിക്കവാറും അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പം എന്നിട്ട് നമ്മൾ അതിൻ്റെ കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. കാൽക്കുലേഷൻ ചെയ്യണം. കാൽക്കുലേഷൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വെയിറ്റ് പെർ ലിറ്റർ ഓഫ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. നമുക്കന്ന് സ്റ്റാൻഡേർഡ് സൊല്യൂഷനാണ് ആസിഡ് എന്ന് പറയുന്നത്. അപ്പം വെയിറ്റ് ഓഫ്
സ്റ്റാൻഡേർഡ് സൊല്യൂഷന്റെ പേര്, ആസിഡിന്റെ പേര് വേണം എഴുതാൻ. ഇവിടെ H2SO4 അല്ല, ഞാൻ മുമ്പത്തെ ക്വസ്റ്റിന് പറഞ്ഞപ്പോൾ വെയിറ്റ് ഓഫ് H2SO4 ഇസ് ഈക്വൽ ടു എത്രയാണോ ക്വസ്റ്റിന് തന്നേക്കുന്നത്. നമ്മുടെ ക്വസ്റ്റിന് തന്ന വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.98 gram per liter എന്ന് എഴുതണം. പിന്നെ ഇക്വലന്റ് വെയിറ്റ് ഓഫ് H2SO4. ഇക്വലന്റ് വെയിറ്റ് ഓഫ് H2SO4 എന്ന് പറഞ്ഞാൽ മോളാർ മാസ്. നമ്മളിപ്പോൾ ഏതൊരു സാധനത്തിന്റെ ഇക്വലന്റ് വെയിറ്റ് എടുക്കുകയാണെങ്കിൽ മോളാർ മാസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് H പ്ലസ് ഓർ OH മൈനസ് ഇതായിരുന്നുണ്ട്, H പ്ലസ് ഓർ OH മൈനസ് അയോൺസ്. അപ്പം ഇവിടെ നമ്മുടെ H2SO4 2 H ഇല്ലേ, 2 H പ്ലസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് 98, അതിന്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 98 ആണ്. 98 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 49 gram ആണ് അതിന്റെ ഇക്വലന്റ് വെയിറ്റ് എന്ന് പറയുന്നത്. പിന്നെ നോർമൽ പ്രൊസീജിയർ ഞാനിവിടെ സൈഡിൽ കൊടുത്തേക്കാം, അതൊന്നും വലിയ പാടൊന്നും ഇല്ല. അപ്പം അത്രയാണ് കെമിസ്ട്രി. പിന്നെ ഫിസിക്സ് നമുക്കിപ്പോൾ ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റത്തില്ലല്ലോ, ഫിസിക്സ് നമ്മൾ ചെയ്താലേ അറിയത്തുള്ളൂ. ഫിസിക്സിനകത്ത് ഏറ്റവും സ്ക്രൂ ഗേജ്, മൊമെന്റ് ബാർ, സിമ്പിൾ പെൻഡുലം, ഹെലിക്കൽ സ്പ്രിങ്, ഓംസ് ലോ, കോൺവെക്സ് ലെൻസ്, കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ, പിന്നെ പ്രിസം ഒന്നും മിക്കവാറും ചോദിക്കത്തില്ല എന്നാ പറഞ്ഞേ. അതുപോലെ ലെൻസ് ഒരെണ്ണോ മിറർ ഒരെണ്ണോ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. പിന്നെ മാത്സിന്റെ ലാബ് ചോദിച്ചിട്ടുണ്ട്. മാത്സിന്റെ ലാബ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാബുകൾ ഞങ്ങൾ എടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2, 3, 4, 10, 18, 19, 27, 30, 34, 42 ഇത്ര ലാബാണ് ഞങ്ങൾ എടുത്ത് പറഞ്ഞത്. ഞാൻ 11 എഴുതിയെടുത്തിട്ടുള്ളൂ, 12 ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പം ഞാൻ ഇൻ കേസ് ഏതെങ്കിലും മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ലാബിൻ്റെ കാര്യം പറയാനുള്ളത്. പിന്നെ സുവോളജിയും ബോട്ടണിയും നമുക്ക് ഇപ്പോൾ ബ്ലഡ് സ്മിയർ ചെയ്യാനുണ്ട്. അതുപോലെ മറ്റേ ചീക്ക് സെല്ലിൻ്റെത്, ചീക്ക് എപ്പിത്തീലിയം, അത് സ്ക്വാമസ് ചീക്ക് എപ്പിത്തീലിയം, ബ്ലഡ് സ്മിയർ, പിന്നെ ചെയ്യാനുള്ളത് മറ്റേ ടെസ്റ്റ് ഫോർ ഗ്ലൂക്കോസും അതുപോലെ ആൽബുമിൻ. ഇത് ഇത്രയും ചെയ്യാനുണ്ട്. ഇതാണ് ആകെ ചെയ്യാനുള്ള എക്സ്പെരിമെന്റ്സ്. പിന്നെ ബാക്കിയെല്ലാം നമുക്ക് ഞങ്ങൾക്ക് ഒരു സുവോളജി ബോട്ടണി മാനുവലൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നോക്കി അതിലെ പോയിന്റ്സ് പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് എഴുതാനുള്ളതും അതിൻ്റെ പോയിന്റ്സ് ഒക്കെ എഴുതാനുള്ളതും ഉണ്ട്. പിന്നെ ബോട്ടണി ആണെങ്കിൽ ബയോറിയാക്ടറിൻ്റെ ഒക്കെ പഠിച്ചോണേ, ബയോറിയാക്ടറിൻ്റെ ആ പോയിന്റുകളൊക്കെ പഠിക്കണം. പിന്നെ ബോട്ടണി നമുക്ക് ഡൈക്കോട്ട് സ്റ്റെം, മോണോക്കോട്ട് സ്റ്റെം അതൊക്കെ അരിഞ്ഞിട്ട് അത് സ്റ്റെയിനൊക്കെ ചെയ്തിട്ട് മൈക്രോസ്കോപ്പിന്റെ അടിയിൽ വെക്കുന്നതല്ലേ. പക്ഷെ എനിക്ക് ഈ അരിയുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ സ്ലൈസ് പതുക്കെ ചെറുതായിട്ട് വേണം സെക്ഷൻ എടുക്കാൻ. അരിയല്ല, സെക്ഷൻ എടുക്കുന്ന സമയത്ത്. കാരണം ഞാൻ എപ്പം 2-3 വട്ടം, ആകെ എനിക്ക് ടോട്ടൽ ഒരു 2-3 വട്ടം കിട്ടിയിട്ടുള്ളൂ. ബാക്കി എത്ര വട്ടം ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് സെക്ഷന്റെ കട്ടി കൂടുതലായിരിക്കും. അങ്ങനെ കട്ടി കൂടിയ സെക്ഷൻ എടുക്കല്ലേ ഞങ്ങൾക്ക് ടീച്ചറിന് തിന്നായിട്ട് വേണം ബ്ലേഡ് വെച്ച് സെക്ഷൻ എടുക്കാൻ. പിന്നെ ബ്ലേഡ് വെച്ച് സെക്ഷൻ എടുത്തിട്ട് നമ്മൾ അത് വെള്ളത്തിലോട്ടിടണം. വെള്ളത്തിലോട്ടിട്ടിട്ട് ബ്രഷ് വെച്ച് വേണം ബ്ലേഡിൽ നിന്ന് എടുത്തിടാമെന്ന് പറഞ്ഞു. എന്നിട്ട് അതിലോട്ട് നമ്മൾ മറ്റേ സ്റ്റെയിൻ ഒഴിക്കും. സ്റ്റെയിൻ ഒഴിച്ചിട്ട് ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് സ്റ്റെയിൻ ചെയ്തതിൽ ഏറ്റവും നല്ല സെക്ഷൻ നോക്കി എടുത്ത് വേറെ ഒരു വാച്ച് ഗ്ലാസ്സിലോട്ടിടും. എന്നിട്ട് അത് നമ്മൾ സ്ലൈഡിൽ വെച്ച് ഗ്ലിസറിൻ ഒഴിക്കണം. അതിൻ്റെ ഓർമ്മ ഗ്ലിസറിൻ ഒഴിച്ചിട്ട് നമ്മൾ കൊണ്ടുപോയി മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ അതിൽ ആന്തറൊക്കെ നമ്മൾ കാണണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തിന്നായിട്ടുള്ള സെക്ഷൻ വേണം എടുക്കാൻ. അപ്പം അതും അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിലും ആ സെക്ഷൻ എടുക്കുന്ന പരിപാടിയാണ് കുറച്ച് ബുദ്ധിമുട്ട്. അല്ലാതെ കിട്ടും. എൻ്റെ ആന്തർ ഞാൻ എത്ര വട്ടം എടുത്തിട്ടുണ്ടോ, ആന്തറിൻ്റെ ഒക്കെ നമുക്ക് 4 ലോബിൽ ഇങ്ങനെ ബട്ടർഫ്ലൈയുടെ ഷേപ്പിലാണ് ആന്തർ ഇരിക്കുന്നത്. ഞാൻ എടുത്ത ആന്തറിനകത്തല്ല 2 എണ്ണം വേറെ, 3 എണ്ണം ഒരുമിച്ച്, 1 എണ്ണം വേറെ, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം കംപ്ലീറ്റ് ആയുള്ള ഒരു ആന്തർ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പം അത് ശ്രദ്ധിക്കണം. അത് ചെറുതായിട്ട് തിന്നായിട്ട് അരിഞ്ഞാൽ മാത്രമേ അത് ശരിക്കും കിട്ടത്തുള്ളൂ, കാണത്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.